ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CMD Tech ഓൺലൈൻ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെയാണ്. നെക്സ്റ്റ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ സബ്സ്റ്റൻസ് വിച്ച് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയം ഈസ് കോൾഡ്. ബാക്ടീരിയത്തിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എ ബാക്ടീരിയോസിഡൽ, ബി ആന്റി ഫംഗൽ, സി ബാക്ടീരിയോസ്റ്റാറ്റിക്, ഡി ഓൾ ഓഫ് ദ എബവ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആന്റി ഫംഗൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫംഗസിന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ആന്റി ഫംഗൽ എന്ന് വിളിക്കാറുള്ളത്. ഇനി അതേസമയം ബാക്ടീരിയോസിഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഡൽ എന്ന് പറയുമ്പോൾ തന്നെയാണ് എന്താണ് അർത്ഥം? കില്ലിംഗ് ആണ് അല്ലെ. അപ്പൊ ബാക്ടീരിയയെ കില്ല് ചെയ്യുന്ന ഏജന്റുകളെയാണ് നമ്മൾ ബാക്ടീരിയോസിഡൽ എന്ന് വിളിക്കുക. ഇനി ബാക്ടീരിയോസ്റ്റാറ്റിക് എന്തായിരിക്കും? ഈ ബാക്ടീരിയയുടെ ഗ്രോത്ത്, അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ, റീപ്രൊഡക്ഷൻ അതിന്റെയൊക്കെ ജസ്റ്റ് ഇൻഹിബിറ്റ് ചെയ്യുക വിത്തൗട്ട് കില്ലിംഗ് ദ ബാക്ടീരിയ. സോ അങ്ങനത്തെ ഏജൻസിനെയാണ് നമ്മൾ ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് വിളിക്കുക. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏത് സബ്സ്റ്റൻസ് ആണ് ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ എന്താണ് വിളിക്കുക എന്നുള്ളതായിരുന്നു. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ബാക്ടീരിയോസ്റ്റാറ്റിക്. ഓക്കെ, so correct option is option C, bacteriostatic. So bacteriostatic means it is a substance that will inhibit the growth and reproduction of bacteria but does not kill them directly. അതായത് ബാക്ടീരിയൻ ഡയറക്ട്ലി കിൽ ചെയ്യാതെ അതിന്റെ ഗ്രോത്തിനെയും റീപ്രൊഡക്ഷനെയും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ തടയുന്ന ഏജൻസികളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് വിളിക്കുക. സോ ഈ ബാക്ടീരിയോസ്റ്റാറ്റിക് ഡ്രഗ് നമ്മൾ എടുക്കുന്നത് വഴി നമുക്ക് എന്താണ് ഗുണം ഉണ്ടാവുക? ഈ ബാക്ടീരിയനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത് തടയാനും പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇൻഫെക്ഷനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു പവർ കൂടി ആര് കൊടുക്കുന്നുണ്ട്? ബാക്ടീരിയോസ്റ്റാറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2. എ പ്രോസസ് യൂസ്ഡ് ഫോർ പ്രോസസിംഗ് ഓഫ് മിൽക്ക് ഇൻ ഓർഡർ ടു കിൽ പാത്തോജനിക് ബാക്ടീരിയ ഈസ് നോൺ. അതായത് നമ്മളിപ്പോ മിൽക്ക് ഉണ്ടല്ലോ, നമ്മുടെ പാലൊക്കെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ തടയാൻ വേണ്ടി നമ്മൾ പാലിനെ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിലൂടെ കടത്തിവിടാറുണ്ട്. ആ ഒരു പ്രോസസ്സ് ഏതാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സോ എ പാസ്ചറൈസേഷൻ, ബി സ്റ്റെറിലൈസേഷൻ, സി ടിൻഡലൈസേഷൻ, ഡി ഇവോപ്പറേഷൻ. സോ ഇതിൽ ഏത് പ്രോസസ്സ് ചെയ്താലാണ് നമുക്ക് പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയകളെ വിച്ച് ഈസ് പ്രസന്റ് ഇൻ മിൽക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ കില്ല് ചെയ്യാനായിട്ട് പറ്റുന്നു? സോ ഏതായിരുന്നു? നമ്മൾ പാലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്ക് ഏതാണ്? പാസ്ചറൈസേഷൻ ആണ് അല്ലെ. സോ പാസ്ചറൈസേഷൻ ആണ് നമ്മൾ പൊതുവെ മിൽക്കിന്റെ കേസിൽ ചെയ്യാറുള്ളത്. നമ്മൾ മിൽക്കിന്റെ കവറൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടുണ്ടല്ലേ, പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് എഴുതിയിട്ട് കാണാം. ഓക്കെ, സോ അതാണ് പാസ്ചറൈസേഷൻ. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, പാസ്ചറൈസേഷൻ. The process used to process milk and kill pathogenic bacteria is called pasteurization. So ഇവിടെ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mild heat treatment will destroy the harmful microorganisms such as bacteria without significantly affecting the milk's flavor or nutritional value, thereby increasing its safety and shelf life. So നമ്മളിങ്ങനെ മിൽക്ക് പാസ്ചറൈസ് ചെയ്യുന്നത് വഴി നമുക്ക് അതിലത്തെ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാനും പറ്റും. അതേസമയം തന്നെ നമ്മുടെ മിൽക്കിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവറോ അതൊന്നും തന്നെ നഷ്ടപ്പെടാതെ പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയകളൊന്നും അവിടെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ എടുക്കുന്ന അല്ലെങ്കിൽ പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പാസ്ചറൈസേഷൻ ചെയ്യുന്നത് വഴി ആ ഒരു മിൽക്ക് വളരെ സേഫ് ആയിട്ട് മാറുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ലൊരു ഷെൽഫ് ലൈഫ് ആ മിൽക്കിന് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് വേണം എടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ പശുവും പാലൊക്കെ എടുക്കുമ്പോൾ അത് പാസ്ചറൈസ്ഡ് ഡയറക്റ്റ് പശുവും പാല് വാങ്ങില്ലേ, നാടൻ പാലായിട്ട്. അപ്പൊ അതൊന്നും പാസ്ചറൈസ്ഡ് ആവില്ല. അപ്പൊ നന്നായിട്ട് നമ്മൾ ബോയിൽ ചെയ്തിട്ടൊക്കെയാണ് അത് ഉപയോഗിക്കാറുള്ളത്. അതേസമയം പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷെ പാസ്ചറൈസേഷൻ ഇസ് എ എഫിഷ്യന്റ് ടെക്നിക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസോളജി ഈസ് ദ സയൻസ് ഡീലിംഗ് വിത്ത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, പോസോളജി നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പോസോളജി എന്ന് പറയുന്നത് എന്തിനേയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സയൻസ് ആണെന്നുള്ളതാണ് ചോദ്യം. എ ഡ്രഗ് ഇന്ററാക്ഷൻ, ബി ഡോസസ് ഓഫ് ഡ്രഗ്, സി സ്റ്റെബിലിറ്റി ഓഫ് ഫോർമുലേഷൻ, ഡി ഫാർമക്കോകൈനറ്റിക്സ് ഓഫ് ഡ്രഗ്. സോ ഇതിൽ പോസോളജി ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഏതായിരിക്കും? ഡോസേജ് റെജിമൻ അല്ലെ. പോസോളജി എന്ന് പറഞ്ഞാൽ തന്നെ ഡ്രഗിന്റെ ഡോസേജ് റെജിമൻ, എത്ര ഡോസ് എടുക്കണം, എപ്പോൾ എടുക്കണം ആ ഡോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് നമ്മൾ പോസോളജിയിൽ പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ഡോസസ് ഓഫ്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, ഡോസസ് ഓഫ് ഡ്രഗ്. Posology is a branch of medical science which deals with the dose and quantity of drugs which can be administered to a patient
ടു ഗെറ്റ് ദ ഡിസൈഡ് ആക്ഷൻ. അല്ലെങ്കിൽ ഇന്നൊരു പർട്ടിക്കുലർ പേഷ്യന്റിന് ഇത്ര ഡോസ് ഓഫ് ഡ്രഗ് വേണം കൊടുക്കാനായിട്ട് ഇൻ ഓർഡർ ടു ഗെറ്റ് ദാറ്റ് ഡിസൈഡ് ആക്ഷൻ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ആക്ച്വലി ഈ പോസോളജി പോലത്തെ ഒരു സയൻസിനെ ബേസ് ചെയ്തിട്ടാണ്. So in this there are many factors which will influence the doses. So ഈ പോസോളജിയിൽ തന്നെ പല പല ഫാക്ടേഴ്സ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്? ഡോസുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഫാർമക്കോകൈനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും, ഫാർമക്കോ ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പേഷ്യന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏജ്, സെക്സ്, അങ്ങനത്തെ കുറച്ച് ഫാക്ടറുകളൊക്കെ എന്തുണ്ടാവുന്നുണ്ട് നമ്മുടെ ഡോസുകളെ ഇന്റേൺ അഫക്ട് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ഈ ഡോസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെ വിളിക്കുന്ന പേരാണ് പോസോളജി. ഓക്കെ, പോസോളജി എന്ന് പറഞ്ഞാൽ ഡോസേജ് റെജിമൻ അഥവാ ഡോസ് ഓഫ് ഡ്രഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, യങ്സ് റൂൾ ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ്. യങ്സ് ഫോർമുല നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എന്ത് കാൽക്കുലേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എ അഡൽട്ട് ഡോസ്, ബി പീഡിയാട്രിക് ഡോസ്, സി ഡോസ് ഫോർ വുമൺ അബവ് 60 years, ഡി നൺ ഓഫ് ദ എബവ്. സോ ഏതിലായിരിക്കും യങ്സ് റൂൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ കുറെ തരം റൂളുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, യങ്സ് റൂൾ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് റൂളുകൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എവിടെയാണ് നമ്മുടെ ഡില്ലിങ്സ് ഫോർമുല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എവിടെയാവും നമ്മൾ യങ്സ് റൂൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ഏറ്റവും കൂടുതൽ? പീഡിയാട്രിക് ഡോസ് കാൽക്കുലേഷൻസിൽ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് യങ്സ് റൂൾ അഥവാ യങ്സ് ഫോർമുല എന്ന് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി, പീഡിയാട്രിക് ഡോസ്. നോക്കാം. സോ ഇതാണ് നമ്മുടെ യങ്സ് റൂൾ. അപ്പൊ ഇവിടെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് 1 to 12 year, 1 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡോസ് കാൽക്കുലേഷന് വേണ്ടി ബേസ്ഡ് ഓൺ ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു റൂൾ ആണ് നമ്മുടെ യങ്സ് റൂൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു റൂള് പ്രകാരം നമുക്ക് എന്താണ് ആ ഒരു റൂള് വരിക, ആ റൂളിന്റെ ഒരു ഫോർമുല അല്ലെങ്കിൽ എന്താണ് ആ റൂള് പറയുന്നത്? ഹൗ ടു കാൽക്കുലേറ്റ് ചൈൽഡ് ഡോസ് ഈസ് ഏജ് ഇൻ ഇയർ ബൈ ഏജ് ഇൻ ഇയർ പ്ലസ് 12 ഇൻറ്റു അഡൽട്ട് ഡോസ്. അതായത് ഈ ഒരു ഫോർമുല പ്രകാരം നമ്മൾ ചൈൽഡ് ഡോസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ കുട്ടിയുടെ വയസ്സ് എത്രയാന്നുള്ളത് ഡിവൈഡഡ് ബൈ ആ കുട്ടിയുടെ വയസ്സ് പ്ലസ് 12 ഇൻറ്റു അഡൽട്ട് ഡോസ് എത്രയാണെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് ആ ചൈൽഡ് ഡോസ് കണ്ടുപിടിക്കാൻ. സോ ഈ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, യങ്സ് റൂൾ ഒക്കെ ചോദിച്ച് കാണാറുള്ളതാണ്. ചിലപ്പോൾ ഫോർമുല തന്നിട്ട് അത് എന്ത് റൂളാ ചോദിക്കാം, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇപ്പൊ ഇതേപോലെ യങ്സ് റൂൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് അത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ യങ്സ് റൂള് വെയിറ്റിന്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണോ ഏജിന്റെ ബേസിലാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കുക. അപ്പൊ ഇവിടെ ഏജിന്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് യങ്സ് റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5, the ingredient which improves the flow property of granules is. ഗ്രാന്യൂൾസിന്റെ ഫ്ലോ പ്രോപ്പർട്ടി കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനെ അല്ലെങ്കിൽ എക്സിപിയൻസിനെ വിളിക്കുന്ന പേരെന്താന്നുള്ളതാണ് ചോദ്യം. എ ലൂബ്രിക്കന്റ്, ബി ഗ്ലൈഡൻ, സി സർഫാക്ടൻ, ഡി ഡിസിൻറ്റിഗ്രേറ്റിംഗ് ഏജന്റ്. സോ ഇതിൽ ഏതായിരിക്കും ഫ്ലോ പ്രോപ്പർട്ടി ഓഫ് ഗ്രാന്യൂൾസ് കൂട്ടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഏജന്റ്? അപ്പൊ അടുത്ത വഴിക്ക് നമ്മൾ എന്ത് കുത്തും? ലൂബ്രിക്കന്റ് കുത്തും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ലൂബ്രിക്കന്റ് ഇവിടെ ചൂസ് ചെയ്യാത്തത്? അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ഗ്ലൈഡന്റ് ആണ്. ഗ്ലൈഡന്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇങ്ങനെ ആംഗിൾ ഓഫ് റിപ്പോസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലൈഡൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ടാൽക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഗ്ലൈഡന്റിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഫ്ലോ പ്രോപ്പർട്ടി കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഓപ്ഷൻ ബി ഗ്ലൈഡന്റ് ആണ്. അപ്പൊ അതേസമയം തന്നെ നമ്മുടെ ലൂബ്രിക്കന്റും സർഫാക്ടന്റും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഫ്ലോ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കും. പക്ഷെ അതിന്റെ ഒരു മെക്കാനിസം വ്യത്യാസമുണ്ട്. ഇപ്പൊ ലൂബ്രിക്കന്റ് ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഗ്രാന്യൂൾസ് ഡൈയിലോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെയാണ് നമ്മൾ പൊതുവെ എന്ത് യൂസ് ചെയ്യാറുള്ളത്? ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറുള്ളത്. ഇനി അതേസമയം സർഫാക്ടൻസ് ഒക്കെ ആണെന്ന് ഡിസൊല്യൂഷന്റെ റേറ്റ് കൂട്ടാൻ അങ്ങനത്തെ കാര്യത്തിലൊക്കെയാണ് നമ്മൾ സർഫാക്ടൻസ് എന്ന് പറയുന്ന ആളെ യൂസ് ചെയ്യുന്നത്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൈഡന്റ് തന്നെയാണ് പറയാൻ പറ്റുക. ഓക്കെ, ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്ലൈഡന്റ് ആണ്. ലൂബ്രിക്കന്റ് യൂസ് ചെയ്യാം, അതായത് ഫ്ലോ പ്രോപ്പർട്ടി ഓഫ് ഗ്രാന്യൂൾസിനല്ല അത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ഹെൽപ്പ്, ഒരു സൈഡ് വൈസ് ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ ലൂബ്രിക്കന്റ് യൂസ് ചെയ്യുന്നത് പൊതുവെ നമ്മുടെ സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ ഗ്രാന്യൂൾസുകൾ ഒന്നും തന്നെ ആ മറ്റേ ഡൈ നമ്മൾ ഉണ്ടാക്കുന്ന ഡൈ ഉണ്ടാവില്ല, ഡൈയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതേസമയം സർഫാക്ടൻസ് ആണെങ്കിൽ ഓവറോൾ ഇന്റർഫേഷ്യൽ ടെൻഷൻ ഒക്കെ കുറച്ച് തരും, അല്ലെങ്കിൽ ആ ഓവറോൾ സർഫസ് ടെൻഷൻ ഒക്കെ കുറച്ച് തരും. പക്ഷെ എന്നിരുന്നാലും അത് ഫ്ലോ പ്രോപ്പർട്ടി ഓഫ് ഗ്രാന്യൂൾസിന് വേണ്ടി അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗ്ലൈഡൻ. സോ ഓപ്ഷൻ ബി ഗ്ലൈഡൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ
So the ingredient that improves the flow property of granule is a glidant. So glidant എന്ന് പറഞ്ഞാൽ they are the excipients ആണ് അവർ. അതായത് അവര് പ്രത്യേകിച്ച് ഒരു ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റി ഒന്നും അതിന് ഉണ്ടാവില്ല. They are inactive ആയിട്ടുള്ള ingredients ആണ്. So it will reduce interparticle friction and will lessen the adhesion between the particles. So particles തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ interparticle friction കുറയ്ക്കുക എന്നുള്ളതും കൂടിയാണ് ആരുടെ പ്രോപ്പർട്ടി, നമ്മുടെ ഗ്ലൈഡന്റിന്റെ പ്രോപ്പർട്ടി. സോ അതുവഴി എന്താ സംഭവിക്കുക, ആ പൗഡർ അഥവാ ഗ്രാനുവൽ മിക്സ്ചർ ഒക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ടാബ്ലറ്റ് മാനുഫാക്ചറിങ്ങിനൊക്കെ അത് ഉപകാരമാവും. ഫ്രീ ഫ്ലോയിങ് പൗഡേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഗ്രാനുവൽസ് ഒക്കെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്, ഗ്ലൈഡന്റ് സഹായിക്കുന്നുണ്ട്. സോ കോമൺ എക്സാമ്പിൾസ് ഓഫ് ഗ്ലൈഡന്റ് ഏതൊക്കെയായിരുന്നു, കൊളോയിഡിയൽ സിലിക്കൺ ഡയോക്സൈഡ്, ടാൽക്ക്, മെഗ്നീഷ്യം സ്റ്റീറേറ്റ് ഒക്കെയാണ്. സോ നമ്മൾ ഈ ആംഗിൾ ഓഫ് റിപ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ടാൽക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ, അപ്പൊ അതാണ്. അപ്പൊ അത് ഗ്ലൈഡന്റ് ആണെന്നുള്ളത് ഓർത്ത് വെച്ചേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6, മൊള്ളിഷ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ്. സോ മൊള്ളിഷ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതൊരു പർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ സ്പെസിഫിക് ടെസ്റ്റ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ പ്രോട്ടീൻ, ബി അമിനോ ആസിഡ്, സി ലിപ്പിഡ്സ് ആൻഡ് ഡി കാർബോഹൈഡ്രേറ്റ്സ്. സോ ഇതിൽ ഏതൊരു കോമ്പൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കെമിക്കൽ ടെസ്റ്റ് ആണ് മൊള്ളിഷ് ടെസ്റ്റ്. നിങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓപ്ഷൻ ഡി കാർബോഹൈഡ്രേറ്റ് ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മൊള്ളിഷ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ജനറൽ ഡിറ്റക്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ എ സാമ്പിൾ. സോ നമുക്ക് തന്നിരിക്കുന്ന സാമ്പിള് കാർബോഹൈഡ്രേറ്റ് ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് മൊള്ളിഷ് ടെസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ദിസ് ടെസ്റ്റ് ഈസ് പോസിറ്റീവ് ഇഫ് എ പർപ്പിൾ ഓർ വയലറ്റ് റിംഗ് ഫോംസ് അറ്റ് ദ ഇന്റർഫേസ് ഓഫ് മൊള്ളിഷ് റിയേജന്റ്. സോ നമ്മളിപ്പോ ഒരു സാമ്പിൾ എടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് എന്ത് ആഡ് ചെയ്യാണ്, മൊള്ളിഷ് റിയേജന്റ് ആഡ് ചെയ്യാണ്. അപ്പൊ മൊള്ളിഷ് റിയേജന്റ് ഏതാന്ന് ചോദിച്ചിട്ട് വെച്ചാൽ ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് ആൽഫ നാഫ്തോൾ ആണ് നമ്മുടെ മൊള്ളിഷ് റിയേജന്റ്. സോ നമ്മൾ സാമ്പിൾ എടുത്തതിന് ശേഷം അതിലോട്ട് മൊള്ളിഷ് റിയേജന്റ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ സാമ്പിളിലേക്ക് വീണ്ടും എന്ത് ആഡ് ചെയ്യാണ്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാണ്. സോ അങ്ങനെ ആഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് ആ ഇന്റർഫേസ് ബിറ്റ്വീൻ ടു ലിക്വിഡിന്റെ ആ ഇന്റർഫേസിൽ ഒരു ബ്ലൂ ഓർ പർപ്പിൾ റിംഗ് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ കാർബോഹൈഡ്രേറ്റ് പ്രസന്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു റിംഗ് വരികയാണ്, പർപ്പിൾ ഓർ ബ്ലൂ റിംഗ് വരികയാണെങ്കിൽ മാത്രമാണ് അതൊരു പോസിറ്റീവ് ടെസ്റ്റ് ആയിട്ട് കരുതുന്നത്. ഇനി അങ്ങനെ ഒരു റിംഗ് വന്നില്ല, ബ്ലൂ ഓർ പർപ്പിൾ റിംഗ് അവിടെ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, കാർബോഹൈഡ്രേറ്റ് ഈസ് ആബ്സെന്റ് എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ മൊള്ളിഷ് ടെസ്റ്റ്. സോ മൊള്ളിഷ് ടെസ്റ്റ് എവിടെ യൂസ് ചെയ്യുന്നത്, കാർബോഹൈഡ്രേറ്റ് ഡിറ്റക്ഷൻ ആണെന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7, റുബെല്ല ഈസ് അനദർ നെയിം ഫോർ. സോ റുബെല്ല എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ അസുഖത്തിന് വേറൊരു പേരുണ്ട്. അതെന്താ, എ ജർമ്മൻ മീസിൽസ്, ബി മംസ്, സി സ്കാർലറ്റ് ഫീവർ ആൻഡ് ഡി മെനിഞ്ചൈറ്റിസ്. സോ ഇതിൽ ഏതാണ് റുബെല്ല എന്ന് പറയുന്ന അസുഖത്തിന്റെ വേറൊരു പേര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, ജർമ്മൻ മീസിൽസ് ആണ്. സോ ഓപ്ഷൻ എ ജർമ്മൻ മീസിൽസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഈ റുബെല്ല എന്ത് ഡിസീസാ, ബാക്ടീരിയ ഡിസീസ് ആണോ, വൈറൽ ആണോ, ഫംഗൽ ആണോ? റുബെല്ല ഈസ് എ വൈറൽ ഡിസീസ് ആണ് അല്ലെ. റുബെല്ല വൈറസ് ആണ് അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ജർമ്മൻ മീസിൽസ് ഇസ് ദ കറക്റ്റ് ആൻസർ. സോ റുബെല്ല ഈസ് ഓൾസോ നോൺ ആസ് ജർമ്മൻ മീസിൽസ് ഓർ 3-day മീസിൽസ്. ഒന്നില്ലെങ്കിൽ ജർമ്മൻ മീസിൽസ് അഥവാ 3-day മീസിൽസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു അസുഖമാണ് ഏത്, ഈ റുബെല്ല എന്ന് പറയുന്നത്. സോ ഈ റുബെല്ല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ contagious viral infection which is characterized by a rash, though it is caused by a different virus than the one responsible for regular measles. So ഈ റെഗുലർ മീസിൽസ് വരുത്തുന്ന ആ ഒരു വൈറസ് അല്ല, ഈ ജർമ്മൻ മീസിൽസ് വരുത്തുന്ന വൈറസ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, റെഗുലർ മീസിൽസും ഉണ്ട്, ജർമ്മൻ മീസിൽസും ഉണ്ട്. ജർമ്മൻ മീസിൽസ് വരുത്തുന്ന ആ ഒരു വൈറസിന് അല്ലെങ്കിൽ ആ ജർമ്മൻ മീസിൽസ് വരുത്തുന്ന വൈറസ് അല്ല നോർമൽ മീസിൽസ് വരുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പൊതുവെ നമ്മുടെ അഡൽട്ടുകൾക്കും ചിൽഡ്രനൊക്കെ ഇത് വളരെ മൈൽഡ് ആയിട്ട് മാത്രം വരുന്ന ഒരു കൈൻഡ് ഓഫ് മീസിൽസ് ആണ് ഈ ജർമ്മൻ മീസിൽസ്. ഇത് ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടിരിക്കുന്നത് പ്രഗ്നന്റ് വുമന്റെ കേസിലാണ്. നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കണവർ, പ്രഗ്നൻസി കഴിഞ്ഞവർക്കൊക്കെ അറിയുന്നുണ്ടാവും, നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ജർമ്മൻ മീസിൽസിന്റെ വാക്സിനേഷൻ ഒക്കെ കിട്ടാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നന്റ് വുമണിന് ഈ ജർമ്മൻ മീസിൽസ് പിടിപെടുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോ വാക്സിനേഷൻ ഒന്നും എടുത്തില്ല പ്രോപ്പർ ആയിട്ട്, അങ്ങനെ നമുക്ക് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ജർമ്മൻ മീസിൽസ് പോലത്തെ അസുഖങ്ങൾ പിടിപെടുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന കുട്ടിക്ക് ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ജർമ്മൻ മീസിൽസ് ഈസ് ഓഫ് ഗ്രേറ്റ് കൺസേൺ വൺസ് ഇറ്റ് കംസ് ടു പ്രഗ്നൻസി പീരീഡ്. പ്രഗ്നൻസി പീരീഡിൽ ഈ ഒരു അസുഖം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം. അഡൽട്ടിനും ചിൽഡ്രനൊക്കെ പൊതുവെ മൈൽഡ് ആയിട്ടേ വരുള്ളൂ എന്ന് പറയുന്നു, പക്ഷെ പ്രഗ്നന്റ് വുമൺ ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ട് കാണാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8, HEPA filters are used in. ഓക്കെ, HEPA filters നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? നമ്മുടെ നോട്ട്സ് പഠിച്ചിട്ടുള്ളവരാണെന്ന് വെച്ചാൽ ടപ്പേന്ന് ഉത്തരം എഴുതും.
A. Oxygen mask, B. Gaseous sterilization, C. Autoclaves, D. Laminar flow cabinet. എവിടെയാണ് നമ്മൾ ഹെപ്പ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുള്ളത്? നമ്മൾ കുറെ ക്ലീൻ റൂമും അതും ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഫാർമസ്യൂട്ടിക്സിൽ, സ്റ്റെറിലൈസേഷൻ ചാപ്റ്ററിൽ. ഇനി ഇതിനപ്പുറം എന്താണ് എക്സാമ്പിൾ വേണ്ടത് അല്ലെ? സ്റ്റെറിലൈസേഷൻ ചാപ്റ്ററിലാണ് നമ്മൾ ഹെപ്പ ഫിൽറ്റേഴ്സ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആൻസർ വരിക? ഏത് ഭാഗത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ലാമിനാർ ഫ്ലോ ക്യാബിനറ്റ്. ലാമിനാർ ഫ്ലോ ക്യാബിനറ്റിലാണ് നമ്മൾ ഹെപ്പ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഹെപ്പ ഫിൽറ്റേഴ്സ് ആണ് എന്റെ അപ്പൊ ആൻസർ ലാമിനാർ ഫ്ലോ ക്യാബിനറ്റ് എന്ന് പറഞ്ഞു. ഹെപ്പ ഫിൽറ്ററിന്റെ ഫുൾ ഫോം എന്താണ്? ഹൈ എഫിഷ്യൻസി പാർട്ടിക്കുലേറ്റ് എയർ ഫിൽറ്റേഴ്സ് ആണ് അല്ലെ. സോ ദേ ആർ ക്രൂഷ്യൽ കമ്പോണന്റ് ഫോർ ലാമിനാർ ഫ്ലോ ക്യാബിനറ്റ് ടു ക്രിയേറ്റ് എ സ്റ്റെറൈൽ പാർട്ടിക്കിൾ ഫ്രീ എൻവയോൺമെന്റ് by removing contaminants like dust, bacteria and fungi from the air. സോ എയറിൽ നിന്നും ഫംഗിയും ഡസ്റ്റും ബാക്ടീരിയ ഒക്കെ റിമൂവ് ചെയ്തിട്ട് വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഫ്രീ എൻവയോൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാമിനാർ ഫ്ലോ ക്യാബിനറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് എന്ത്? ഹെപ്പ ഫിൽറ്റർ. വളരെ എഫിഷ്യന്റ് ആണ് ഹെപ്പ ഫിൽറ്റേഴ്സ്. സോ ദിസ് ഫിൽറ്റർ വിൽ ക്യാപ്ചർ അറ്റ്ലീസ്റ്റ് 99.97% ഓഫ് എയർബോൺ പാർട്ടിക്കിൾ ആസ് സ്മോൾ ആസ് 0.3 മൈക്രോൺ. അപ്പൊ എത്രത്തോളം എഫിഷ്യന്റ് ആയിരിക്കും? 99.97% ഓഫ് പാർട്ടിക്കിൾസിനെ വരെ ഇത് പിടിച്ചെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ദിസ് വിൽ എൻഷുർ എ ക്ലീൻ എയർ ഫ്ലോ ഫോർ സെൻസിറ്റീവ് വർക്ക് ഇൻ ലാബ്സ്, ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് അതർ അപ്ലിക്കേഷൻ. സോ ലാബിലും ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ടാക്കുന്ന സമയത്തും അങ്ങനത്തെ സ്റ്റെറൈൽ ആയിട്ടുള്ള കണ്ടീഷൻസ് വേണം എന്നുള്ള അവസ്ഥകളിലൊക്കെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫിൽറ്റർ ആണ് ഏത്? നമ്മുടെ ഹെപ്പ ഫിൽറ്റർ. ഓക്കെ, ഇപ്പൊ ഹെപ്പ ഫിൽറ്ററിന്റെ ഫുൾ ഫോം ഓർത്ത് വെച്ചേക്കുക. അതെവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. ദ ഫോളോയിങ് ഡ്രഗ്സ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ് എക്സെപ്റ്റ്. ഈ പറയുന്ന 4 ഡ്രഗ്സിൽ ഏത് ഡ്രഗ് ആണ് പ്ലാന്റ്സിൽ നിന്ന് അല്ലാതെ അല്ലെങ്കിൽ പ്ലാന്റിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്യപ്പെടാത്തത്? എ. ഡിഗോക്സിൻ, ബി. ഡി ട്യൂബോകുരാനിൻ, സി. വിൻക്രിസ്റ്റിൻ, ഡി. പാൻക്യുറോണിയം. ഇത് നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും നമ്മുടെ ഈ നോട്ട്സ് വായിച്ചു വന്നിട്ടുള്ള ഒരുവിധം എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് ടപ്പ് ചെയ്യുന്ന ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, പാൻക്യുറോണിയം ആണ്. ഡിഗോക്സിൻ നമുക്ക് എവിടുന്നാ കിട്ടണത്? എവിടുന്നാ കിട്ടുക? ഡിജിറ്റാലിസ് നിന്ന് കിട്ടുന്ന ഒരു കോമ്പൗണ്ട് ആണ് അല്ലെ നമ്മുടെ ഡിഗോക്സിൻ. ഇനി ഡി ട്യൂബോകുരാരിനോ? ഡി ട്യൂബോകുരാരിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോ പോയിസൺ. ആരോ പോയിസൺ നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ക്യുരാരെ പ്ലാന്റ്, അതായത് നമ്മുടെ സ്ട്രൈക്നോസ് അങ്ങനത്തെ ചെടികളിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഡി ട്യൂബോകുരാരിൻ എന്ന് പറയുന്നത്. ഇനി വിൻക്രിസ്റ്റീൻ ആണെങ്കിലോ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ വിൻകേന്ന്, നമ്മുടെ കാത്തറാന്തസ് റോസിയസ്, നമ്മൾ കോഗണോസിൽ കുറെ പഠിച്ചിട്ടുണ്ട്. വിൻക്രിസ്റ്റീൻ, വിൻബ്ലാസ്റ്റിൻ ഏത് കാറ്റഗറി? അത് ആന്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ്സിൽ പഠിക്കുന്നതാണ് അല്ലെ. ക്യാൻസറിന് വേണ്ടി യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഡ്രഗ് ആണ് വിൻക്രിസ്റ്റീൻ, വിൻബ്ലാസ്റ്റിൻ ഒക്കെ. സോ വിച്ച് ഈസ് ഓൾസോ ഒബ്റ്റൈൻഡ് ഫ്രം വിൻക, ദാറ്റ് ഈസ് എ പ്ലാന്റ്. അതിന്റെ കാത്തറാന്തസ് റോസിയസ് എന്തായാലും പ്ലാന്റ് തന്നെയാണ്. ഇനി അതൊന്നും അല്ലാത്ത നമ്മൾ കണ്ടുപരിചയമില്ലാത്ത പ്ലാന്റ് ഇത് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയാൻ ഒട്ടും പറ്റാത്തൊരു കാര്യം ഏതാണ് ഇതില്? ഓപ്ഷൻ ഡി, പാൻക്യുറോണിയം. സോ പാൻക്യുറോണിയം ആണ് നമ്മുടെ ആൻസർ. സോ പാൻക്യുറോണിയം ഈസ് എ സിന്തറ്റിക് ഡ്രഗ് ആണ്. അത് പ്ലാന്റിൽ നിന്ന് നാച്ചുറൽ ഒറിജിനിൽ ഉണ്ടാവുന്ന ഒരു സംഭവമല്ല. ഇറ്റ് ഈസ് എ സിന്തറ്റിക് ഡ്രഗ്. ഇറ്റ് ഈസ് നോട്ട് എ പ്ലാന്റ് എക്സ്ട്രാക്ട് ഡെവലപ്ഡ് ത്രൂ ലബോറട്ടറി സിന്തസിസ് ഫ്രം എ സ്റ്റിറോയിഡ് കോമ്പൗണ്ട്. ഒരു സ്റ്റിറോയിഡ് കോമ്പൗണ്ടിൽ നിന്നും ലബോറട്ടറി സിന്തസിസ് വഴി ഉണ്ടാക്കുന്ന ഒരു സിന്തറ്റിക് ഡ്രഗ് ആണ് ഏത്? പാൻക്യുറോണിയം. ഇനി അത് മാത്രമല്ല, ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ 1964. പാൻക്യുറോണിയം ഈസ് എ ലോങ് ആക്ടിംഗ് നോൺ ഡീപോളറൈസിംഗ് ന്യൂറോമസ്കുലാർ ബ്ലോക്കിംഗ് ഏജന്റ് ആണ്. നമ്മൾ നോൺ ഡീപോളറൈസിംഗ് ന്യൂറോമസ്കുലാർ ബ്ലോക്കിംഗ് ഏജന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ആന്റി കോളിനർജിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ അവിടെ വരുന്ന ഒരു ഏജന്റ് അല്ലെങ്കിൽ അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡ്രഗ് ആണ് നമ്മുടെ പാൻക്യുറോണിയം. സോ പാൻക്യുറോണിയം ഈസ് എ ലോങ് ആക്ടിംഗ് നോൺ ഡീപോളറൈസിംഗ് ന്യൂറോമസ്കുലാർ ബ്ലോക്ക്. Okay, so it is used in anesthesia and other medical procedures, but it is not sourced from any natural. So ഇത് അനസ്തേഷ്യയിലും അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഏജന്റ് തന്നെയാണ്. പക്ഷെ എന്താണല്ല, ഇതൊരു പ്ലാന്റിൽ നിന്ന് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു നാച്ചുറൽ പ്ലാന്റിൽ നിന്ന് ഡിറൈവ് ചെയ്തൊരു എക്സ്ട്രാക്ട് എന്ന് പറയാൻ പറ്റില്ല. സിന്തറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്, സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. മാൻഡോസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ. എളുപ്പമാണല്ലേ ഇത്. മാൻഡോസ് ടെസ്റ്റ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്തത്? എളുപ്പമാണ്, അതേസമയം തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എ. ടൈഫോയിഡ്, ബി. ട്യൂബർകുലോസിസ്, സി. മീസിൽസ് ആൻഡ് ഡി. ലെപ്രസി. ഇതിൽ ഏതിലാണ് നമ്മൾ മാൻഡോസ് ടെസ്റ്റ്? ഇതിൽ ഏതൊരു അസുഖത്തിന്റെ ഡിറ്റക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാൻഡോസ് ടെസ്റ്റ് ചെയ്ത് നോക്കാറുള്ളത്? നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ. നമ്മുടെ കോളേജ് നോട്ടിൽ നല്ല ഓർമ്മ ഉണ്ട് കണ്ടതായിട്ട്. അപ്പൊ എവിടെയാവും അത്? ആൻസർ എന്തായിരിക്കും വരിക? ഓപ്ഷൻ ബി, ട്യൂബർകുലോസിസ്. നമ്മുടെ ആന്റി TB ഡ്രഗ്സ് പഠിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്. So tuberculosis is the correct answer. Okay. So option B, tuberculosis. So the Mandos test is used to screen for tuberculosis infection
ഡിറ്റക്ടിങ് എക്സ്പോഷർ ടു ദ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് വിച്ച് കോസസ് TB. അതായത് നമ്മൾ ആ ഒരു മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ബാക്ടീരിയയോട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയ ഒരു പരിപാടിയാണ് എന്ത്, മാൻഡോസ് ടെസ്റ്റ്. So it will identify the individual who may have latent TB infection for the bacteria are dormant or at risk of developing active TB. അതായത് ഏതെങ്കിലും ഒരാളുടെ ശരീരത്തിൽ ലാറ്റന്റ് ആയിട്ടൊരു TB ഇൻഫെക്ഷൻ ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് അസുഖം വന്നു, അയാളുടെ ശരീരത്തിൽ ഡോർമന്റ് ആയിട്ട് ഇരിക്കുന്ന TB ബാക്ടീരിയകളെ വരെ കണ്ടുപിടിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്, ഈ മാൻഡോസ് ടെസ്റ്റിനുണ്ട്. സോ ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടെസ്റ്റ്. ഓക്കെ, അതേപോലെ തന്നെ ഭാവിയിൽ ഉടനെ തന്നെ ഒരു ആക്റ്റീവ് TBയിലോട്ട് ഡെവലപ്പ് ചെയ്ത് പോകാൻ ചാൻസ് ഉള്ള ഇൻഡിവിജ്വൽസിനെ, അങ്ങനത്തെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കണ്ടുപിടിക്കാനും ആർക്ക് പറ്റും, മാൻഡോസ് ടെസ്റ്റിനെ പറ്റും. So Mandel's test is used for both the detection of latent TB as well as developing active TB. Okay, so a positive result shows a person has been infected, but further tests are needed to confirm the active disease. ഒരു പോസിറ്റീവ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ദ പേഷ്യന്റ് ഹാസ് ബീൻ ഇൻഫെക്റ്റഡ്. പേഷ്യന്റ് എപ്പോഴൊക്കെയോ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ അതിന്റെ എക്സ്റേ, ചെസ്റ്റ് എക്സ്റേ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൂടി എടുത്തു നോക്കിയിട്ട് ബാക്കി കുറച്ചും കൂടി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് കൺഫേം ആക്കാനായിട്ട്. ദ നോർമൽ പ്രഷർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോർമൽ പ്രഷർ ഇൻ യങ് ഹെൽത്തി അഡൽട്ട്. യങ് ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൽട്ടിന് നോർമൽ ആയിട്ടുള്ള പ്രഷർ എത്രയാന്നുള്ളതാണ് നമ്മൾ ഐഡിയലി പറയുന്നത്. A 140/90, B 120/80, C 100/60, D 150/. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാവും ഒരു ഐഡിയൽ പ്രഷർ കണ്ടീഷൻ ഇൻ കേസ് ഓഫ് യങ് ഹെൽത്തി അഡൽട്ട്? ഈസി ക്വസ്റ്റ്യൻ ആണ്. 120/80 mmHg ആണ് നമ്മൾ പറയുന്നത്, അല്ലെ? സോ 120/80 ആണ് നമ്മൾ ഐഡിയൽ ആയിട്ട് ഒരു യങ് ആയിട്ടുള്ള ഹെൽത്തി അഡൽറ്റിന് ഉണ്ടാവുന്ന പ്രഷർ ആയിട്ട് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. സോ ഫോർ എ യങ് ഹെൽത്തി അഡൽട്ട്, the normal pressure or blood pressure is defined as systolic number less than 120 and a diastolic number less than 80. അതായത് 120/80 or near to that, അല്ലെങ്കിൽ just less than 120/80 ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആ ഒരു പർട്ടിക്കുലർ പേഷ്യന്റ് ഹാവ് നോർമൽ BP, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഈസ് ഹാവിംഗ് നോർമൽ BP ആൻഡ് ഹി ഡസന്റ് ഹാവ് വാട്ട്, ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ ഒന്നും ഇല്ല. 120/80 ഒക്കെ ആണെങ്കിൽ ഞാൻ നോർമൽ ആണ്, എനിക്ക് പ്രഷറിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ്. So this reading indicates a healthy range, while numbers that are consistently higher may indicate elevated pressure or high blood pressure requiring medical attention. ഇനി 120/80 എബോ ഒക്കെ പോയിട്ട് ഒരു 140/100 ഒക്കെ ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന എന്തോ ഒരു കുറച്ച് എലവേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ആണ്. അപ്പൊ അത് എന്താന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് മെഡിക്കൽ അറ്റൻഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചില ആൾക്കാരുടെ കേസിൽ ചിലപ്പോൾ പ്രഷർ ഡൗൺ ആവാം പല കാരണങ്ങൾ കൊണ്ടും, അല്ലെ? ചിലർക്ക് എല്ലായ്പ്പോഴും നമുക്ക് ഈ 120/80 ഹെൽത്തി ആണെങ്കിൽ പോലും എല്ലായ്പ്പോഴും നമുക്ക് 120/80 എപ്പോ നോക്കുമ്പോഴും കാണണം എന്നൊന്നും ഉള്ളതില്ല. അത് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ 120/80 ആണ് നമ്മൾ പറയുന്നത് ഐഡിയൽ റേഞ്ച്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12, ദ അപ്പർ മോസ്റ്റ് പോർഷൻ ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ ഈസ്. സ്മോൾ ഇൻഡസ്റ്റൈന്റെ അപ്പർ മോസ്റ്റ് പോർഷൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എ ഡ്യോഡിനം, ബി കോളൻ, സി ഇലിയം, ഡി റെക്ടം. സോ ഇതിൽ ഏതാണ് നമ്മുടെ അപ്പർ മോസ്റ്റ് പോർഷൻ ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ? നമുക്ക് സ്മോൾ ഇൻഡസ്റ്റൈനും ഉണ്ട്, ലാർജ് ഇൻഡസ്റ്റൈനും ഉണ്ട്, നമുക്കറിയാം, അല്ലെ? സോ ഈ സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ തന്നെ അപ്പർ മോസ്റ്റ് പോർഷൻ ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും അപ്പർ മോസ്റ്റ് പോർഷൻ വരിക? സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ 3 പാർട്സ് ഉണ്ട്. ഏതൊക്കെയുള്ളത്? ഡ്യോഡിനം, ജിജനം ആൻഡ് ഇലിയം, അല്ലെ? അത് 3 എന്തിന്റെ പാർട്ടാണ്? സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ പാർട്ടാണ്. ഇനി ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഏതൊക്കെ പാർട്ടാണുള്ളത്? സീക്കം, കോളൻ ആൻഡ് റെക്ടം, അല്ലെ? സോ ഈ സീക്കം ഉണ്ട്, കോളൻ ഉണ്ട്. കോളൻ തന്നെ അസെൻഡിങ് കോളൻ ഉണ്ട്, ഡിസെൻഡിങ് കോളൻ ഉണ്ട്, ട്രാൻസ്വേഴ്സ് കോളൻ ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്, അല്ലെ? ഓക്കെ, HAP ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ് ആൻസർ ചെയ്യാൻ. പിന്നെ റെക്ടവും ഉണ്ട്. ഇത്രയും ഭാഗമാണ് ലാർജ് ഇൻഡസ്റ്റൈൻ ഉള്ളത്. അപ്പൊ ഇതിൽ ഏതാണ്? അപ്പൊ ഈ കോളണും റെക്ടും എന്തല്ല, സ്മോൾ ഇൻഡസ്റ്റൈൻ്റെ പാർട്സ് അല്ല. ഇനി ഡ്യോഡിനം ഉണ്ട്, ഇലിയം ഉണ്ട്. ഇതിൽ ഏതായിരിക്കും അപ്പർ മോസ്റ്റ് പോർഷൻ ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ വരിക? ജസ്റ്റ് ആ സ്റ്റൊമക്കിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണ വഴിക്ക് സ്റ്റൊമക്കിന്റെ അവിടോട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ ഏതാണ്? ഡ്യോഡിനം. സോ ഓപ്ഷൻ എ ഡ്യോഡിനം ഇസ് ദ കറക്റ്റ്. സോ ഓപ്ഷൻ എ ഡ്യോഡിനം ആണ് കറക്റ്റ് ആൻസർ. ദ അപ്പർ മോസ്റ്റ് പോർഷൻ ഓഫ് സ്മോൾ ഇൻഡസ്റ്റൈൻ ഇസ് ഡ്യോഡിനം, വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് വൈഡസ്റ്റ് സെഗ്മെന്റ് ബിഗിനിങ് അറ്റ് ദ എക്സിറ്റ് ഓഫ് സ്റ്റൊമക്. സ്റ്റൊമക്കിന്റെ പൈലോറസിനോട് കൂടി ചേർന്നിരിക്കുന്ന സ്മോൾ ഇൻഡസ്റ്റൈന്റെ ഫസ്റ്റ് പാർട്ടാണ് ആര്? ഡ്യോഡിനം. അത് ഷോർട്ടസ്റ്റുമാണ്, അതേസമയം തന്നെ വൈഡസ്റ്റ് ആയിട്ടുള്ള സെഗ്മെന്റുമാണ്.
സോ ഇറ്റ് വിൽ കണ്ടിന്യൂ അൺടിൽ ഇറ്റ് കണക്ട് വിത്ത് ജിജനം. ഇനി ഡിയോഡിനത്തിൽ നിന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നത് എവിടേക്കാണ്? ജിജനം. ജെ ഷേപ്ഡ് ആണ്, ജിജനത്തിലോട്ടാണ് പോകുന്നത്. സോ ഇറ്റ്സ് എ ഫിക്സഡ് സി ഷേപ്ഡ് സ്ട്രക്ചർ ദാറ്റ് curves around the head of the pancreas and receives digestive juices from liver, gallbladder and pancreas to aid digestion. So ഇതൊരു സി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു curve പോർഷൻ ആണ്. പാൻക്രിയാസിന്റെ ആ ഒരു ചുറ്റുപടത്തായിട്ടാണ് അത് ഇരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, അതിന് ഒരുപാട് ഡൈജസ്റ്റീവ് ജ്യൂസുകൾ എവിടോട്ട് അവൈലബിൾ ആണ്? ഡിയോഡിനത്തിലേക്ക് വരാറുണ്ട്. ഇവിടുന്നൊക്കെ വരിക? ലിവറിനും ഗോൾ ബ്ലാഡറിനും പാൻക്രിയാസിനൊക്കെ ഒരുപാട് ഡൈജസ്റ്റീവ് ജ്യൂസസ് വരും, വിച്ച് വിൽ ഹെൽപ്പ് ഇൻ ഡൈജഷൻ. ഓക്കെ, അപ്പൊ അപ്പർ മോസ്റ്റ് പോർഷൻ ഡിയോഡിൻ ആണെന്ന് മനസ്സിലാക്കാം. ലോവർ മോസ്റ്റ് പോർഷൻ ഇസ് ഇ. ഓക്കെ, അപ്പൊ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട്